സംസ്ഥാന സർക്കാർ വേണ്ട രീതിയിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നെങ്കിൽ മുനമ്പം ഭൂമി പ്രശ്നം ഇത്രയധികം നീണ്ടുപോകില്ലായിരുന്നെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. മുനമ്പം നിവാസികളെ അവരുടെ ഭൂമിയിൽ നിന്ന് ഇറക്കിവിടാനുള്ള നീക്കങ്ങൾ നീതിരഹിതമാണെന്നും ന്യായം മുനമ്പം ജനതയുടെ ഭാഗത്താണെന്നും മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ സമരപന്തലിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നു ന്യായം നിങ്ങളുടെ ഭാഗത്താണ്. കാരണം നിങ്ങളുടെ പൂർവികന്മാർ ഇവിടെ ജീവിച്ചു വന്നതാണ്. മത്സ്യബന്ധനത്തിൽ ജീവിച്ച് ഈ നാട്ടിൽ ജീവിച്ച് എത്രയോ തലമുറകൾ ഇവിടെ മട്ടിൽ ജീവിച്ചവരാണ്. മാത്രവുമല്ല, നിങ്ങൾക്ക് 33 വർഷം കരമടയ്ക്കാൻ ഉള്ള അവകാശമുണ്ടെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ അവകാശം എങ്ങനെ നിഷേധിക്കപ്പെടും? നിങ്ങൾ ഇവിടെ താമസിക്കുന്നു, നിങ്ങൾ വീട് വെച്ച് താമസിക്കുന്നു, കുട്ടികളെ പഠിപ്പിക്കുന്നു, നിങ്ങളുടെ ഉപജീവനം നടത്തുന്നു, മത്സ്യബന്ധനത്തിന് പോകുന്നു. അങ്ങനെയുള്ള ആളുകളെ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ നിന്ന് പറഞ്ഞു വിടുക എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്, നീതിയാണ്? അപ്പോൾ ഇതിന് ഞങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ച് ഇതിന് നിങ്ങൾ ഏതായാലും സമരം ഇത്രയും ദിവസമായി സർക്കാർ ഒന്നും ചെയ്തില്ല. കമ്മീഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഭൂമിയെ പറ്റി തീരുമാനിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ സംരക്ഷണം കൊടുക്കാമെന്നുള്ളതിനെ പറ്റിയാണ് ആയിക്കോട്ടെ, ആലോചിക്കട്ടെ. നാളെ എല്ലാവരും പോയി കമ്മീഷന്റെ മുമ്പിൽ പരാതി കൊടുക്കുകയും വേണം, വസ്തുതകൾ പറയണം, ന്യായമായി നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയണം. അപ്പൊ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് രമ്യമായി പരിഹരിക്കാൻ ഗവൺമെന്റ് മുൻകൈ എടുക്കാനുള്ള. ഇവിടെ സഹോദരി പറഞ്ഞത് ശരിയാണ്, സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ സർക്കാരിലായിരുന്നെങ്കിൽ ഞങ്ങൾ തീരുമാനിച്ചേനെ. ഞങ്ങളെ പ്രതിപക്ഷത്തായതുകൊണ്ട് സർക്കാരിനോട് ആവശ്യപ്പെടാനാണ് ഞങ്ങൾക്ക് കഴിയുന്നത്. ആ ആവശ്യം ഞങ്ങൾ നിയമസഭയിൽ 17-ാം തീയതി ഞങ്ങൾ കൂടി ആലോചിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ തീരുമാനിക്കും. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, വഖഫ് ബോർഡ് പുതിയ ബില്ല് ഇപ്പം പൂർണ്ണമായും നടപ്പായിട്ടില്ല. ഇതിപ്പോൾ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ മുമ്പിലാണ്. ആ കമ്മിറ്റി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഞങ്ങളുടെ മെമ്പർമാർ അതിലുണ്ട്. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ ഞങ്ങളുടെ കോൺഗ്രസിന്റെ മെമ്പർമാരുണ്ട്. നിങ്ങളിവിടെ പറഞ്ഞ ബെന്നിയുടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ അവരെ അറിയിക്കാം. ഇത് തീരുമാനമായിട്ടില്ല. കാരണം അങ്ങനെ ബില്ല് വന്നപ്പോൾ അതിന്റെ വരുമുഴാഴികളെ പറ്റി ആർക്കും അറിയില്ലായിരുന്നു. പെട്ടെന്ന് കൊണ്ടുവന്നൊരു ബില്ലാണ്. അപ്പൊ തന്നെ ജോയിന്റ് പാർലമെന്ററി പാർട്ടിക്ക് വിട്ടു. അപ്പം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളിവിടെ വന്നത് നിങ്ങളുടെ അഭിപ്രായം അറിയാനാണ്. നിങ്ങൾക്ക് ആശങ്കകൾ എന്താണ്? അത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ മുമ്പാകെ വരുന്ന സന്ദർഭത്തിൽ ആ കാര്യങ്ങൾ കൂടി ചർച്ചയ്ക്ക് വിധേയമാക്കണം. ജനാധിപത്യത്തിൽ അതുകൊണ്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനുള്ള അവസരം ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്കുമുണ്ട്. മുനമ്പം ജനത നടത്തുന്ന സമരം ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ്. അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് വേണം ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ. സമരം ഇത്രയും നീണ്ട സ്ഥിതിക്ക് ഗവൺമെന്റ് സമരക്കാരുമായി ചർച്ച നടത്തേണ്ടതായിരുന്നു. ഇനിയെങ്കിലും ഈ വിഷയത്തിൽ കുറെ കൂടി ഗൌരവമായ ഇടപെടൽ സർക്കാർ നടത്തണം. പ്രശ്നവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിച്ചിരിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ തങ്ങളുടെ പരാതികൾ കൃത്യമായി ഉന്നയിക്കാൻ ജനങ്ങൾ തയ്യാറാകണം. 17-ന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ മുനമ്പം വിഷയം UDF MLA-മാരുമായി കൂട്ടായി ആലോചിച്ച ശേഷം സഭയിൽ ഉന്നയിക്കുമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. MLA-മാരായ TJ വിനോദ്, ചാണ്ടി ഉമ്മൻ, അൻവർ സാദത്ത്, റോജി M. ജോൺ, മുൻ MP KP ധനപാലൻ, ജോസഫ് വാഴക്കൻ, ടോണി ചമ്മണി എന്നിവർ പ്രസംഗിച്ചു.